ഖമീസ് മുഷയത്തിലെ മലയാളി സൂക്കിൽ മറ്റൊരു പ്രഭാതത്തിൽ സോക്കർ സഫർ യാത്ര തുടരുമ്പോൾ ലാന ഇന്റർനാഷണൽ സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന ടൈറ്റിൽ സ്പോൺസറായി വരുന്ന ജൂബിലി റെസ്റ്റോറന്റ് പ്രധാന സമ്മാനം നൽകുന്ന, അതായത് 42 ഇഞ്ച് LED TV നൽകുന്ന സോക്കർ സഫറിലെ പ്രവചന മത്സരം തുടരുമ്പോൾ നമുക്കൊപ്പം ഖമീസ് മുഷയത്തിന്റെ പ്രിയപ്പെട്ട പൈലി ജോസ് പ്രവചനം അറിയിക്കാൻ വേണ്ടി ചേരുകയാണ്. പൈലി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. ചാലക്കുടി അല്ലേ സ്ഥലം? അതോ അങ്കമാലിയിൽ നിന്നാണ് പൈലി ജോസ്. പൈലി സാധാരണ പല കാര്യങ്ങളിലും ഈ സാധാരണക്കാർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പൈലിക്ക് എന്ത് തോന്നുന്നു, വേൾഡ് കപ്പിന്റെ അവസാന റൗണ്ടിൽ ആര് കപ്പടിക്കുമെന്നാണ്? ഫൈനലിൽ കപ്പടിക്കാൻ എന്റെ പ്രതീക്ഷ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഫൈനലിൽ കപ്പടിക്കുമെന്നാണ് കേട്ടോ. ഇംഗ്ലണ്ടിന് വേണ്ടി ഇരിക്കുന്നത് ഇവിടെ നമ്മുടെ ഗോൾഡൻ പെർഫ്യൂം സെന്റർ ആണ് ഇംഗ്ലണ്ടിന് വേണ്ടി സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലാകെ പ്രവചിച്ചിരിക്കുന്നത്. അപ്പൊ പൈലി ജോസ് കൂടി ഇംഗ്ലണ്ടിന് വേണ്ടി പ്രവചിക്കും. മറ്റു ചില സുഹൃത്തുക്കൾ ഇംഗ്ലണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലണ്ടാണ് നമ്മൾ ഫൈനലിൽ കപ്പടിക്കുക എന്നുള്ളത്. അപ്പൊ ഫൈനൽ ആരൊക്കെ തമ്മിലാണ്? ഫൈനൽ ഇംഗ്ലണ്ട് ഓർ ഫ്രാൻസ്. ഇംഗ്ലണ്ടും ഫ്രാൻസും. അതായത് ഇന്നത്തെ കളിയിൽ സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് ഫൈനലിൽ വരും. പക്ഷെ ഫൈനലിൽ ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ് അല്ലേ? എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം എല്ലാവരും പറയണു ഫ്രാൻസ്, അർജന്റീന. എല്ലാ ഫാൻസിന്റെ കൂടെ നിൽക്കണൊക്കെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഗോൾഡൻ ബൂട്ട് ആർക്കാണ്? ഗോൾഡൻ ബൂട്ട് എംബാപ്പെ. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഫൈനൽ. അതിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് കപ്പടിക്കും 2026 വേൾഡ് കപ്പ് എന്ന പ്രവചനം പൈലി ജോസ് നടത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ലോകമെമ്പാട് നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊക്കെയും ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ആർക്ക് കപ്പ് എന്നും ഫൈനൽ ആരൊക്കെ കളിക്കുന്നു എന്നും ഗോൾഡൻ ബൂട്ട് ആർക്ക് എന്നുമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വീഡിയോകളുടെ താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഖമീസ് മുഷയത്തിൽ നിന്നുള്ള 7 ടീമുകളിൽ ഇപ്പൊ ഇന്ന് ഈ സെമി ഫൈനലിൽ ഇറങ്ങുന്നത് 7 ടീമുകളിൽ 6 ടീമുകളും ഫ്രാൻസിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഒരു ടീമാണ് അറേബ്യൻ പാലസ് മാത്രമാണ്, അറേബ്യൻ പാലസ് റെസ്റ്റോറന്റ് മാത്രമാണ് സ്പെയിനിന് വേണ്ടി കളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കളിയുടെ ആവേശത്തിലേക്കും അതിന്റെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹവും ആശംസകളും ഒക്കെ നേരുകയാണ്. ഓക്കെ പൈലി ജോസ്, താങ്ക് യു. സോക്കർ സഫർ ഖമീസ് മുഷയത്തിൽ നിന്ന് 40-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മസ്കി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മസ്കി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കുന്നും മലയും പ്രകൃതി രമണീയമായ ഒരു ഇടമാണ്. അവിടെയുള്ള അൽ ഫലക് സൂപ്പർ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. പ്രിയ സുഹൃത്ത് മെജോയുടെ ഫുൾ നെയിം ഞാൻ അങ്ങ് വിട്ടുപോയി. ധനീഷ് മെജോയാണ്. ധനീഷ് മെജോ കന്യാകുമാരി സ്വദേശിയാണ് കേട്ടോ. ധനീഷ് മെജോ എന്ത് പ്രവചിക്കുന്നു? അൽ ഫലക് സൂപ്പർ മാർക്കറ്റ് എന്ത് പ്രവചിക്കുന്നു? ഒപ്പം ഷാജഹാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഈ പ്രവചനത്തിൽ ചേരുകയാണ്. ധനീഷ് അൽ ഫലക് എന്ത് പ്രവചിക്കുന്നു എന്ന് ധനീഷ് മെജോ പറയും. മെജോ എന്ത് കപ്പാർക്കാണ് ചോദ്യം? ബില്ലു ചോദിച്ചോളൂ. ഫ്രാൻസിനാണ് കപ്പ്. ഫ്രാൻസ് അടിക്കും എന്നാണ് പറയുന്നത്. ഉറപ്പാണ്. അപ്പൊ കന്യാകുമാരിയുടെ ഉറപ്പ് കന്യാകുമാരിയുടെ ഉറപ്പും അൽ ഫലക്കിന്റെ ഉറപ്പും അത് ഇത്തവണ ഫ്രാൻസ് കപ്പടിക്കുമെന്നാണ്. അപ്പൊ ഫൈനലില് അർജന്റീന ഫ്രാൻസ് ആണ്. അതായത് കഴിഞ്ഞ തവണത്തെ ആ തോൽവിക്ക്, ഫൈനലിലെ തോൽവിക്ക് ഫ്രാൻസ് ഇപ്രാവശ്യം മധുര പ്രതികാരം ചെയ്യുമെന്നാണ് അൽ ഫലക് സൂപ്പർ മാർക്കറ്റ് പ്രവചിക്കുന്നത്. അപ്പൊ ഗോൾഡൻ ബൂട്ട് മെസ്സിക്കായിരിക്കും. ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സി അടിക്കുന്നതാണ്. അർജന്റീനയുടെ മെസ്സി അടിക്കുന്നതാണ്. എംബാപ്പയെ മറികടക്കും എന്നാണ്. അപ്പൊ ഷാജാ മാമയുടെ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. വേൾഡ് കപ്പ് ആർക്കാണ് വേൾഡ് കപ്പ്? ഫ്രാൻസ്. ഷാജഹാനും ഫ്രാൻസിനൊപ്പമാണ്. അടുത്ത ചോദ്യം. ഫൈനൽ ഫ്രാൻസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ്. ചെറിയൊരു വ്യത്യാസം ആ പ്രഡിക്ഷനിലുണ്ട്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ഫൈനലാണ് ഷാജഹാൻ പ്രഡിക്ട് ചെയ്യുന്നത്. ഗോൾഡൻ ബൂട്ട് ആർക്കാണ്? ചോദ്യം എംബാപ്പയ്ക്കാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ മെസ്സി എംബാപ്പെ അതുപോലെ ആ ഫൈനലിൽ ഉള്ള അഭിപ്രായത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ അൽ ഫലക്കിന്റെ പ്രവചനമായിട്ട് എടുക്കുന്നത് ഡാനിഷ് മെജോയുടെ പ്രവചനമാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ സോക്കർ സഫർ യാത്ര തുടരുമ്പോൾ മറ്റു ചില സുഹൃത്തുക്കൾ കൂടി നമുക്ക് കാണണം. എനിക്ക് തോന്നുന്നു കൗണ്ടറിൽ നമ്മുടെ ഒരു സുഡാനി ഉണ്ട്, ഒരു സ്പാനിഷ് ആരാധകനുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കാണുകയാണ്. ചെറിയ തിരക്ക് കൗണ്ടറിലുണ്ട്. ചെറിയ തിരക്കല്ല, നമ്മൾ വന്ന സമയം തൊട്ട് ഇവിടെ നല്ല തിരക്കാണ്. Who will win? My name is Muhammad Yusuf. Yeah. Today is game today. Yeah. It's Argentina. Today
Spain and France and Spain. Spain. Today Spain. Spain. Will won. Yes. Okay. And finalists. Finalists Argentina and Spain. Spain, Argentina. Wow. And who will win the cup? Argentina. അർജന്റീനക്കാണ് മെസ്സി. Yes. ഗോൾഡൻ ബൂട്ട് മെസ്സി. Yes. Yes. Number 1 is Messi. നമ്പർ 1 മെസ്സി. അപ്പോ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, മെസ്സി. ഫൈനല് അർജന്റീനയും സ്പെയിനും കളിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ഈ പ്രവചന മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കൾക്ക് മെസ്സേജുകളിലൂടെ ഈ ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് മെസ്സേജുകളായി ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ അറിയിക്കാം. ഇന്ത്യൻ സമയം രാത്രി 10 മണിയാണ്. 14-ാം തീയതി സെമി ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഒരു 2 മണിക്കൂർ മുമ്പ് ഇന്ത്യൻ സമയം രാത്രി 10 മണി. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാത്രി 7:30. അതുപോലെ UAE, ഒമാൻ സമയം രാത്രി 8:30. അതിന് മുൻപ്, തൊട്ട് മുൻപ് വരെ നിങ്ങൾക്ക് ഈ പ്രവചനത്തിൽ പങ്കെടുക്കാം. ലാന ഇന്റർനാഷണൽ സ്കൂളാണ് സോക്കർ സഫർ എന്ന ഈ പ്രവചന മത്സരത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ. അതുപോലെ ജൂബിലി റെസ്റ്റോറന്റ് നൽകുന്ന 42 ഇഞ്ച് LED TV. അതുപോലെ വി വാട്ടർ, സൗദി അറേബ്യയിലെ ഒരു പ്രധാനപ്പെട്ട മിനറൽ വാട്ടർ കമ്പനിയാണ്, അവർ നൽകുന്ന സമ്മാനങ്ങൾ. അതുപോലെ ലാന ഇന്റർനാഷണൽ സ്കൂൾ നൽകുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ, ഗോൾഡൻ നൽകുന്ന പെർഫ്യൂമുകൾ അടക്കം നിരവധി സമ്മാനങ്ങൾ, ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളാണ് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും. അപ്പോൾ മസ്കിയിൽ നമ്മളൊരു സ്വദേശി സുഹൃത്തിനെ കാണുകയാണ്, അബ്ദുള്ളയ്ക്ക് നമ്മുടെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഉറപ്പായിട്ടും എനിക്കും പ്രവചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുഹമ്മദ് യൂസഫ് ട്രാൻസ്ലേറ്റ് ചെയ്യും, അദ്ദേഹം ചോദിക്കും ചോദ്യങ്ങൾ. طيب السلام عليكم استاذ عبد الله، كيف حالك؟ مين تتوقع اليوم في مباراة فرنسا واسبانيا؟ اتوقع فرنسا. فرنسا اليوم. إيه. طيب اتوقع فرنسا. فرانس. today فرنسا. ഫൈനൽ النهائي ارجنتين ولا فرنسا ولا مين؟ لا فرنسا ان شاء الله. نهائي فرنسي مع مين؟ ايوه نهائي فرنسي. يقول نهائي نص فرنسي. ഓക്കെ. ഗോൾഡൻ ബൂട്ട്. جولدن بوت يعني اللي بيشيل كاس العالم مين؟ تتوقع من كاس العالم باخذه؟ فرنسا يقول. എംബാപ്പെ ഓർ മെസ്സി? امبابي ولا ميسي؟ امبابي. امبابي. എംബാപ്പെ വല്ല മെസ്സി എന്നുള്ള ചോദ്യത്തിന് എംബാപ്പെ എന്ന ഉത്തരം. ഫ്രാൻസ് അടിക്കും. ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും അല്ലേ? ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. فاينل النهائي مع مين تتوقع؟ فرنسا والارجنتين. فرنسا ولا ഫ്രാൻസ് الارجنتين؟ അർജന്റീന ഫൈനലാണ് അബ്ദുള്ള പ്രവചിക്കുന്നത്. ഫ്രാൻസ് അർജന്റീന ഫൈനലിൽ ഫ്രാൻസ് കപ്പെടുക്കും എന്നാണ് അബ്ദുള്ള പറയുന്നത്. ഗോൾഡൻ ബൂട്ട്. اخر مين؟ امبابي ولا ميسي؟ امبابي. امبابي. എംബാപ്പയ്ക്ക് വേണ്ടിയാണ് അബ്ദുള്ള സൗദി അറേബ്യയിൽ നിന്നുള്ള നമ്മുടെ സൗദി സുഹൃത്ത്, നമ്മുടെ സ്വദേശിയായ സുഹൃത്ത് പ്രവചിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവചനവും നമുക്ക് എത്രത്തോളം ശരിയാകുന്നതെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോ ഫ്രാൻസ് അർജന്റീന, കിലിയൻ എംബാപ്പെ. ശുക്രൻ ഹബീബി, ശുക്രൻ, മർഹബ. താങ്ക് യു. നമ്മൾ സോക്കർ സഫറിന്റെ യാത്ര തുടരുകയാണ്. അപ്പൊ കളി ഇപ്പോ മസ്കിയിലെ ഒരു പെട്രോൾ പമ്പിലാണ്. ബില്ലുക്കുട്ടനും കുട്ടപ്പായും തമ്മിലുള്ള കളിയാണ്. അപ്പൊ കുട്ടപ്പായി എന്ത് പ്രവചിക്കുന്നു? ഈ വേൾഡ് കപ്പിൽ ആര് കപ്പടിക്കും? എന്തൊക്കെയാണ് കുട്ടപ്പായുടെ പ്രതീക്ഷകൾ എന്നാണ് നമ്മൾ ഇനി ചോദിക്കുന്നത്. ബില്ലുക്കുട്ടൻ ചോദ്യങ്ങൾ ചോദിക്കൂ. എടുക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. ചോദിക്കൂ. വേൾഡ് കപ്പ് ആർക്കാണ്? വേൾഡ് കപ്പ് ആരടിക്കും? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന് വേണ്ടി വളരെ കുറച്ച് പേരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ കുട്ടപ്പായി ഇംഗ്ലണ്ടിന്റെ കൂടെ നിൽക്കുകയാണ്. അടുത്ത ചോദ്യം, ഫൈനൽ ആരൊക്കെയാണ് കളിക്കാനുള്ളതാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള മത്സരമാണ്. അപ്പോ അർജന്റീന സെമിയിൽ പോകുന്ന ഒരു പ്രവചനമാണ് കുട്ടപ്പായി. അപ്പൊ ഗോൾഡൻ ബൂട്ട് എംബാപ്പെ, കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് അടിക്കുമെന്നും കുട്ടപ്പായി പ്രവചിക്കുന്നു. അപ്പൊ കുട്ടപ്പായി പ്രവചിക്കുന്നത് ഫ്രാൻസ് ഇംഗ്ലണ്ട് ഫൈനൽ മത്സരമാണ്. ഫ്രാൻസ് ഇംഗ്ലണ്ട് ഫൈനലിൽ ഫ്രാൻസിനെ മറികടന്നുകൊണ്ട് ഇംഗ്ലണ്ട് കപ്പടിക്കും എന്നാണ്. അതേസമയം ഗോൾഡൻ ബൂട്ട് അത് കിലിയൻ എംബാപ്പയ്ക്ക് തന്നെ എന്നും കുട്ടപ്പായി പ്രവചിക്കുന്നു. കുട്ടപ്പായി വർക്കല സ്വദേശിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നാണ്. ഒത്തിരി വർഷമായി ഇവിടെ, 7 വർഷമായിട്ടുണ്ട് കുട്ടപ്പായി ഇവിടെ വന്നിട്ട്. അപ്പോ കുട്ടപ്പായുടെ പ്രവചനം അതിന്റെ എത്രത്തോളം അത് ശരിയാകുന്നു എന്നുള്ളത് അറിയാനും നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നാൽ മതിയാകും. ഈ മസ്കി എന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര സോക്കർ സഫർ തുടരുകയാണ്. സോക്കർ സഫർ മസ്കിയിൽ നിന്ന് തിരിച്ച് ഖമീസ് മുഷീത്തിലേക്ക് എത്തുകയാണ്. ഇവരുടെ യാത്ര കുറച്ച് ദിവസങ്ങൾ നീണ്ട യാത്രയില്
മസ്കിയിൽ വന്നപ്പോൾ വളരെ മനോഹരമായ അന്തരീക്ഷം, കുന്നും മലയും ഒക്കെ ആയിട്ട് വളരെ രസകരമായ, വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റിയത്. മാത്രമല്ല അവിടെ വലിയ തണുപ്പും മഞ്ഞും ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഏതാണ്ട് കുറച്ച് കിലോമീറ്റർ മാറുമ്പോൾ ഇവിടെ മൊത്തത്തിൽ കാലാവസ്ഥ തന്നെ അങ്ങ് മാറുകയാണ്. നല്ല വെയിലടിച്ച് കിടക്കുന്നു റോഡിലൊക്കെ. ഇത് 2 ക്യാമറാമാൻമാർ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. ഒന്ന് ഡിക്സൺ ആണ്, തൃശ്ശൂർ സ്വദേശിയായ ഡിക്സൺ. മറ്റൊരു ക്യാമറമാൻ എനിക്ക് തൊട്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഷൈജു ആര്യനാട്. ഒപ്പം കോ ആങ്കർ ബില്ലുക്കുട്ടൻ സജീവമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളേതായാലും സെമി ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ലാന ഇന്റർനാഷണൽ സ്കൂൾ ടൈറ്റിൽ സ്പോൺസറായി വന്ന് ജൂബിലി റെസ്റ്റോറന്റ് ഖമീസ് മുഷീദ് 1ാം സമ്മാനം സ്പോൺസർ ചെയ്ത നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ആയിട്ടുള്ള ഈ പ്രവചന മത്സരം ഇന്ന് ഇന്ത്യൻ സമയം, അതായത് 14-ാം തീയതി ആദ്യ സെമി ഫൈനൽ തുടങ്ങുന്ന ദിവസമായ 14-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെ അവസാനിക്കുകയാണ്. സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാത്രി 7:30 ഈ പ്രവചന മത്സരം അവസാനിക്കുകയാണ്. UAE-യിലും ഒമാനിലും 8:30 രാത്രി 8:30 ഈ പ്രവചന മത്സരം അവസാനിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നവർ, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നവർ എല്ലാവർക്കും ഞങ്ങൾ ഈ സമയത്ത് സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. വീണ്ടും ഈ മേഖലയിൽ നിന്നുള്ള വിശേഷങ്ങളും പുതിയ വാർത്തകളും ഒക്കെയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം. ബൈ.